തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ CPM ദേശീയ പാർട്ടി അല്ലാതാകും. 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടിയാകണമെന്ന മാനദണ്ഡം പാലിക്കാനാകില്ലെന്ന് ചെറിയാൻ ഫിലിപ്പ്. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ചെങ്കൊടി നാട്ടുമെന്ന് പറഞ്ഞിരുന്ന CPM 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ദേശീയ പാർട്ടി അല്ലാതാകുമെന്ന് ചെറിയാൻ ഫിലിപ്പ്. ഇന്ത്യയിലെ രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടിയായിരുന്ന CPM ഇപ്പോൾ 13ാമത്തെ പാർട്ടിയാണ്. ലോക്സഭയിൽ 4 സീറ്റും വോട്ട് 1.76% മാത്രം. ഒരു ദേശീയ പാർട്ടിയാകുന്നതിനുള്ള മാനദണ്ഡങ്ങളിലൊന്ന് 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടിയാകണമെന്നതാണ്. കേരളത്തിൽ തുടരുമെങ്കിലും പശ്ചിമ ബംഗാൾ, തമിഴ്നാട് എന്നിവിടങ്ങളിൽ CPM സംസ്ഥാന പാർട്ടിയാകാൻ സാധ്യതയില്ല. സംസ്ഥാന പാർട്ടിയാകണമെങ്കിൽ കുറഞ്ഞത് 6% വോട്ടും 2 നിയമസഭാ സീറ്റും നേടണം. 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 ലോക്സഭാ സീറ്റും കുറഞ്ഞത് 2% വോട്ടും നേടണമെന്നതാണ് മറ്റൊരു മാനദണ്ഡം. അല്ലെങ്കിൽ 4 സംസ്ഥാനങ്ങളിൽ നിന്നായി 4 ലോക്സഭാ സീറ്റും 6% വോട്ടും നേടണം. ഈ 2 മാനദണ്ഡ പ്രകാരവും CPMന് ദേശീയ പാർട്ടിയാകാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അർഹതയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കേരളം ബൂത്തിലേക്കെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പ്രചാരണ രംഗം ഇളക്കിമറിച്ച ദേശീയ നേതാക്കളുടെ പടയോട്ടം. ശബരിമല സ്വർണം കട്ടവരെ ശിക്ഷിക്കുമെന്ന് വ്യക്തമാക്കിയ അമിത്ഷാ ക്രിസ്തുവിന്റെ അനുയായികൾ NDAക്ക് വോട്ട് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷത്തെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് FCRI ഭേദഗതി എന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വിമർശനം. പ്രചാരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ സർക്കാരിന്റെ 10ാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പുറത്തിറക്കി.